ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് ശിവ മെസ്സേജസ്, ബ്ലെസ്സിങ്സ്, ഗൈഡൻസ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് മഹാശിവരാത്രി ദിവസത്തിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടാവും. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയം ഈ പറഞ്ഞ പോലെ 2:47 ഓക്കെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ താല്പര്യമുണ്ട്, എന്താ ഫുൾ റീഡിങ് കാണണം അങ്ങനെ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് സെലക്ട് ചെയ്യാം. ലൈക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡൻസ് എന്ന് റിലേറ്റിംഗ് ടു യുവർ റിലേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ജോബ് സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ബ്ലെസ്സിങ്സ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നുണ്ടോ, അങ്ങനെ എന്താണ് നമുക്കുള്ള ഗൈഡൻസ് മഹാദേവൻ്റെ കയ്യിൽ നിന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പൈൽസ് സെലക്ട് ചെയ്യാം. ദിസ് ഇസ് പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. നിങ്ങൾക്ക് ഡെക്ക് വൈസ് സെലക്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ കളേഴ്സ് വൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും അവരുടെ റീഡിങ്ങിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സന്തോഷം തിരിച്ചു വന്നതിൽ. നമുക്ക് നോക്കാം, ഇത് പൈൽ 1ൻ്റെ റീഡിംഗ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്റ്റൽ ഈസ് ലൈക്ക് ടൈഗർ ഐ ആണ്. ടൈഗർ ഐ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സോളാർ പ്ലെക്സസ് ചക്ര. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ആക്ഷൻ, ഡിവൈൻ മാസ്കുലിൻ എനർജി. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും മിക്കവാറും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കാരണം ഞാൻ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഈ ചക്ര റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽസ് മിക്കവാറും എടുക്കാറുണ്ട്. സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാവും. ഓക്കെ, പലതിനെക്കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ആക്ഷനിൽ കൊണ്ടുവരാൻ പറ്റാറില്ല. കാരണം നമുക്ക് ആ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലൊരു പേടിയാണ്. ലൈക്ക് അയ്യോ ഇത് ശരിയാവോ, ഞാൻ എടുത്താൽ എന്തെങ്കിലും പ്രശ്നമാവോ, ഇത് എൻഡ് റിസൾട്ട് എന്തായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും അറിയേണ്ടത് ഫ്യൂച്ചർ എന്തായിരിക്കും, നമ്മൾ ഇന്നൊരു പർട്ടിക്കുലർ ഡിസിഷൻ എടുത്താൽ ഫ്യൂച്ചർ എന്തായിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനിലും പല ഡിസിഷൻ എടുത്തതിന് ശേഷം നമുക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കരുതി എടുത്ത ഡിസിഷൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക എനർജീസോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ കാരണമായിരിക്കും നമുക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ എനിക്കിവിടെ ഈ ക്രിസ്റ്റൽ നിങ്ങൾ ചൂസ് ചെയ്തപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആവുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്സ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ലൈക്ക് നമ്മുടെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം, ബ്ലെസ്സിങ്സ് വരണം, അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആക്ഷൻസ് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിവിടെ ലിറ്ററലി നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളത് എൻ്റെ ഒരു സൂചനയാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗൈഡൻസ് ഫ്രം ലോർഡ് ശിവ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആക്ഷൻ. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പഠിച്ചത്, നിങ്ങൾക്കൊരു കോഴ്സ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് എൻഡപ്പ് ചെയ്യാൻ, എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡിസിഷൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്മിങ് വീക്ക് ഓക്കെ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങൾ എന്തായിരുന്നാലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് എടുക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, so first question, Archangel Michael Spirit, thank you so much Spirit guys. Lord Shiva, okay, Lord Shivയുടെ ഈ പറഞ്ഞ പോലെ മഹാദേവൻ്റെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, പൈൽ 1ൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഭഗവാനെ? പൈൽ 1ൻ്റെ ബ്ലെസ്സിങ്സ്, വാവ് സോൾമേറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റ് ചെയ്തിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സോൾമേറ്റ്.
ഓക്കെ. എൻ്റെ സോൾമേറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ എപ്പോഴത്തേനും എനിക്ക് എൻ്റെ സോൾമേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എൻ്റെ സോൾമേറ്റ് ഇപ്പം എന്താ ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ എന്നത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഡെഫിനറ്റ്ലി ചിലർക്കിത് എനിക്കറിയാം, ഞാൻ ബാക്കി കാഴ്ച ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കുമ്പോൾ അറിയാം, ലൈക്ക് എന്താണ് മാരേജ് ആണോ എന്നുള്ളത് കൺഫേം ആക്കാം. പക്ഷേ എനിക്കിവിടെ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന മെയിൻ എനർജി നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോൾമേറ്റ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ചിലർക്കിത് മാരേജ്, ചിലർക്ക് നിങ്ങൾ പണ്ട് കണ്ടുപോയ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില ആൾക്കാരെ നമ്മൾ കാണും ഒരു സമയത്ത്, നമ്മൾ വളരെ ചെറുപ്പത്തിൽ കാണും, പിന്നെ അവരെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന എൻ്റെ കൂടെ പഠിച്ച അമൃത എന്ന് പറയുന്നൊരു കുട്ടിയാണ്. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ പട്ടം ഗേൾസിൽ പഠിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്തോ എനിക്ക് ആ പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എന്താണ് കെയറിങ് ആണ്. ഈ നാട്ടുകാരി അല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വളരെ ക്ലിയറായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പുള്ളിക്കാരത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആരെങ്കിലും കുറിച്ചുള്ള ഓർമ്മ, ഓക്കെ, അവരെ ഓർമ്മ മാത്രമല്ല, ചിലർക്ക് പാസ്റ്റിലുണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട്, ലൈക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ട്. വിഷ് ഫുൾഫിൽമെൻറ്റ്. ഓൾ റൈറ്റ്. പൈൽ 1 എന്ത് പറയാൻ, ഇമോഷണൽ ഹാപ്പിനെസ്, വിഷ് ഫുൾഫിൽമെൻറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ലൈഫിൽ വരിക. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഈ കാർഡ് കാണുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഓക്കെ, ഇന്നത് നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എന്തെങ്കിലും ടൈപ്പ് ഓഫ് വിഷ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെ നിങ്ങൾ വിഷ് എന്തായിരുന്നാലും മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് എനിക്ക് ഇന്നൊരു ജോബ് കിട്ടിയാൽ നന്നായിരിക്കും, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളതാണെങ്കിൽ അങ്ങനെ എന്താണ് ആ വിഷ് അത് ഡെഫിനറ്റ്ലി ചെയ്യുക. ഫൈനാൻഷ്യൽ അബണ്ടൻസ്, മദർ ഹീലിംഗ്. ഓക്കെ, ഫൈനാൻഷ്യൽ അബണ്ടൻസ് മാത്രമല്ല കേട്ടോ, ഇത് ഡെഫിനറ്റ്ലി ശരിയാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു, മണി റിലേറ്റഡ്, അതുപോലെ ഗ്രൗണ്ടഡ് ആവുക, നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് വരിക, അങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിലും എനിക്കിത് മദർലി എനർജി, നിങ്ങളുടെ ആരെങ്കിലും അമ്മമാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഈ പറഞ്ഞ പോലെ. അത് സോർട്ട് ഔട്ട് ആകുമെന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ്. 2, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മേ ബി എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞ സാധനമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്താണെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അബണ്ടൻസ്. ഓക്കെ, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് മദർ ഹീലിംഗ്. എനിക്കറിയില്ല നിങ്ങളുടെ അമ്മമാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മമാരെ പോലുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഹീലാകുന്നു. ആ ഒരു എന്താണ് എനർജിയിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ഡിസിഷൻ്റെ കാർഡാണ്, ലോജിക്കൽ മൈൻഡിൻ്റെ കാർഡാണ്. ഓക്കെ, ബട്ട് എന്നിരുന്നാലും എനിക്കിവിടെ ആക്ഷൻ എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. ദി എംപറർ കാർഡ്. എന്തെങ്കിലും പറയണോ? ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പേടി, ചെയ്താൽ പൊട്ടു, വല്ലതും നടക്കൂ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ബിസിനസ് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടുന്ന ഐഡിയാസ് ആണെങ്കിൽ ഐഡിയാസ്, ഗൈഡൻസ് വേണമെങ്കിൽ ഗൈഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം എനിക്കിവിടെ നിങ്ങൾ പല ആൾക്കാരും കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കിങ് ഓഫ് സോർട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് തരുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കുകയും അതിന് ആക്ഷൻസ് എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഡെഫിനറ്റ്ലി ഞാൻ ഈ കാഴ്ചയിനകത്ത് കാണുന്നുണ്ട്. പ്ലസ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഇൻഡ്യൂഷനൊക്കെ ഓൺ പോയിൻ്റ് ആകാൻ പോകുന്നൊരു ടൈം ഫ്രെയിം ആയിരിക്കും. എനിക്കറിയുന്നതിനകത്ത് ഹൈ പ്രൈസസിൻ്റെ കാർഡില്ലെങ്കിലും ഹെറഫൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഹെറഫൻ്റെ കാർഡ് ഹീസ് സംബഡി ഹൂ ഈസ് റിയലി കണക്റ്റഡ് ടു എന്താ പറയുക ഡിവൈൻ, ദൈവമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഹെറഫൻറ്റ്. സോ ആ കാർഡിൻ്റെ പ്രസൻസ് ഈസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആകാൻ പോകുന്നു. പ്ലസ് ചിലർക്ക്, എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ആ ഒരു ഫാദർ ഫിഗേഴ്സിലുള്ള ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് നിങ്ങൾ പല സിറ്റുവേഷനിലും കാണും. കാരണം ഇവിടെ ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഫർദർ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്പിരിറ്റ്
മഹാദേവ ഭഗവാനെ, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ പൈൽ 1-ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് പൈൽ 1-ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Pile 1 blessings. Money path. A path with money is waiting for you to find it. Tent. ടെമ്പററി സിറ്റുവേഷൻ. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആസ് ഓഫ് നോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ടെമ്പററി ആണ്. ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. പ്ലസ് a two-faced friend. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് തന്നെ അറിയാം. ചിലപ്പം ചിലർ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് ജെനുവിൻ ആണെന്ന് നമുക്ക് തോന്നി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫ് മുഴുവൻ അവരുടെ അടുത്ത് പറയുകയും നമ്മുടെ ലൈഫിൽ വലിയൊരു പാർട്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെയൊക്കെ എത്രയൊക്കെ നമ്മുടെ സ്വന്തം ആണ് അല്ലെങ്കിൽ നമ്മളാണ് എന്നൊക്കെ വിചാരിച്ച് ട്രസ്റ്റ് ചെയ്താലും അവരുടെ ഒരു ഫേസ്, വേറെ എന്തെങ്കിലും ഒരു ഫേസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്താണ് റിവീലാവും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ഓക്കെ, ടു ഫേസ് ഫ്രണ്ട്സ്. അതായത് നമുക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഈശ്വര ഇവർ ഈ കാണിക്കുന്നതാണ് സത്യം അതോ അതിന് മുന്നേ എന്നോട് പെരുമാറിയാണ് സത്യം, എന്താ സത്യം നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരേ ആളിന് രണ്ട് ഇരുമുഖം എന്നൊക്കെ പറയുന്ന പോലത്തെ എനർജി. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് റിവീലാവുകയും ഫെയർ വുമൺ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫെയർ വുമൺ, എനിക്കറിയാം നല്ല വെളുത്തൊരു ലേഡിയുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഡീലിങ്സ് ഓർ റിലേഷൻ വിത്ത് എ വുമൻ വിത്ത് ബ്ലോണ്ട്, ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ചിലർക്ക് ഇത് ഒരു പർട്ടിക്കുലർ ലേഡി എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. റിക്കൺസീലിയേഷൻ്റെ കാർഡാണ്. വാവ്, മദർ ഹീലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ഫർദർ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് സ്പിരിറ്റ്? ഞാൻ ഇതിനകത്തുനിന്ന് 12 കാർഡ്സ് എടുക്കുന്നത് 2 ഡെക്കായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന കാർഡ്സാണ് ഇത്. ആപ്പിൾ, ടെംപ്ടേഷൻ വിൽ ടെസ്റ്റ് യു. ഓക്കെ, നമുക്ക് മനസ്സിലാവും നമ്മുടെ ടെംപ്ടേഷൻ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. പക്ഷേ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എന്താണ് എൻ്റെ ടെംപ്ടേഷൻ എന്നുള്ളത്. ഫ്രൈങ് പാൻ, ട്രബിൾ അക്വിസേഷൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ട്രബിൾസും കാര്യങ്ങളും എല്ലാം റിമൂവ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ്. നെക്സ്റ്റ് ഈസ് ലൈക്ക് റാബിറ്റ്, ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ്. ബാസ്ക്കറ്റ്, റെക്കഗ്നീഷൻ, റിവാർഡ് ഫോർ മെറിറ്റ്. ഫൈനലി സോളിഡ് ഫൗണ്ടേഷൻ, സക്സസ് വിത്ത് എഫേർട്ട്. വൗ, ഗ്രേറ്റ്. ഒരുപാട് സക്സസ്സും ബ്ലെസ്സിങ്സും മാനിഫെസ്റ്റേഷനും തിരിച്ചറിവുകളും ഒക്കെ ഉണ്ട്. പാർട്ടിങ് ഓഫ് ദ വേ ഇൻ ഐദർ റൊമാൻറ്റിക് ഓർ ബിസിനസ്. ഓക്കെ, സംപടി അങ്ങനെ നമുക്കൊരു എനർജി ഉണ്ടായിരുന്നു നമ്മളൊരു ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സോ ഇതൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റായി വരുന്നു എന്നുള്ളതിൻ്റെ. വൗ, ഗ്രേറ്റ്, സൂപ്പർ. നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോഡസ് എന്തെങ്കിലും മെസ്സേജസും കൂടെ ഉണ്ടോ. ഓക്കെ, എനിക്ക് ആ ഗോഡസിനേക്കാൾ നമുക്കൊരു കാര്യം ചെയ്യാം, കീപ്പേഴ്സ് ഓഫ് ലൈറ്റ് ഓറക്കിൾ കാർഡ്സിനകത്ത് നിന്ന് തന്നെ നോക്കാം എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ആസ് ഓഫ് നോ ഉണ്ടോ എന്നുള്ളത്. ഓൾറൈറ്റ്, നമുക്കപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ കീപ്പേഴ്സ് ഓഫ് ലൈറ്റ് ഒറക്കിൾ കാർഡ്സ് എടുക്കാം. ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്കറിയേണ്ടത് ഇവർക്ക് പർട്ടിക്കുലർ എന്തെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ് ദിസ് ടൈം എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ളതാണ്. ഓൾറൈറ്റ്, ലൈറ്റ് ആക്ടിവേഷൻ, സനത് കുമാര.
ഇതെന്ത് ഫോക്കസ് ചെയ്യാത്ത. Okay, Zanat Kumar, shine your light. Your internal guidance is coming through loud and clear. നിങ്ങളുടെ ഇൻഡ്യൂഷൻ്റെ കാർഡ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഭയങ്കര ഓൺ പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നൊരു ടൈം ആയിരിക്കും. പറഞ്ഞ പോലെ ഡൗൺലോഡ്സ് ഇൻഡ്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ക്ലിയർ ആണ്. ഡൗൺലോഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത് ഈസ് ബീങ് റിവീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ആവണം. ഡീപ്പ് ഇൻസൈറ്റ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ആൻഡ് ആസ്ട്രൽ റംസ്. അപ്പം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു, ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ. ഹയർ ലേണിങ്ങിൻ്റെ കാർഡാണ് അടുത്തതുള്ളത്. ഓക്കെ, യു ഹാവ് ലേൺ ഫ്രം എക്സ്പീരിയൻസ്. മോർ ഇന്നർ സ്റ്റഡീസ് നൗ റിക്വയർഡ് ടു ഫർദർ പ്രോഗ്രസ്. ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ടാവും കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കേസിലും പൈൽ 1ൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ ഇങ്ങനത്തെ ഒരു ആക്ടിവേഷൻ കാര്യങ്ങളുണ്ടാവും. പ്ലസ് മിറക്കിൾ. വാ, മിറക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, ഫോക്കസ് ചെയ്യുന്നില്ല, എന്താണാവോ സാർ ഫോക്കസ് ചെയ്യാത്ത. Expect, remember that only love is real. Miracles will occur naturally. Spirit has your back. But definitely ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. വാവ്, എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഡെക്കിനകത്ത് ലോർഡ് മഹാദേവനുണ്ട്. അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മെർക്കുറി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. പല കാര്യങ്ങളും നമ്മൾ പറയുക, നമ്മൾ പറയില്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഫലപ്രദമായിട്ട് പറയാൻ ഒക്കെ പാടായിരിക്കും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ഓൾ റൈറ്റ്. പൈൽ 1, ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്, ബ്ലെസ്സിങ്സ്, മെസ്സേജസ്. സോ ഡെഫിനറ്റ്ലി ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് റെസോണൻ്റായ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ ഗൈഡൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നിയെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് പൈൽ 1 ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തതിൽ. എല്ലാം റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. സബ്സ്ക്രൈബ് ചെയ്തതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന റോസ് കോട്ട്സ് ആണ്. ഹാർട്ട് ചക്ര എനർജി. ഓക്കെ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഹാപ്പി റൊമാൻറ്റിക് എനർജീസ് ഒക്കെ എനിക്കിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. റൊമാൻറ്റിക് ലൈഫ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൊമാൻസ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും ഒക്കെ വരുന്ന ഒരു എനർജി എനിക്കിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എന്താണ്. ലോർഡ് ശിവ ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് ഫോർ പൈൽ 2 സ്പിരിറ്റ്. ലോർഡ് ശിവ blessings. Oh wow. Pile 2. Thank you very much for the guides. One more time. Thank you very much. Archangel Spirit. All right, ഫസ്റ്റ് കാർഡ് ചാടി ഓടി വീണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ കാർഡാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് കുറച്ച് സ്ലോ ആണ്, ബട്ട് സ്റ്റഡിയാണ്. ഒരു പർട്ടിക്കുലർ പേഴ്സണൽ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണെന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട്. ഇല്ല, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങളുടെ വെറീസ് എങ്കിൽ ഇപ്പം നമ്മൾ സ്ലോ ആണ് എന്ന് വെച്ച് ഒന്നും ഒരു കാര്യം എൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ബാക്കിലോട്ടായി പോകുമോ എല്ലാവരെക്കാളും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. എല്ലാം വളരെ പോസിറ്റീവ് തന്നെയാണ്. ഓൾ റൈറ്റ്, പൈൽ 2 9 of cups. അയ്യോ, ഡെഫിനറ്റ്ലി പൈൽ 1നും ഇത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 9 of cups വിഷ് ഫുൾഫിൽമെൻ്റ് കാർഡാണ്. അതെനിക്ക് പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ കേസിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്ന എനർജി. പിന്നെ ഇല്ല, അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം ലൈക്ക് ഇതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത്. അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരും എന്നുള്ളൊരു കൺഫർമേഷനുണ്ട്. 8 of coins, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു സൊല്യൂഷൻസും, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസും ഇമോഷണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കൽ സ്പിരിറ്റ് ഗൈഡ്സ് പോലെ തന്നെ ലോർഡ് ശിവ മഹാദേവൻ പറയുന്നതെന്ന് വെച്ചാൽ
നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ആ ഒരു സ്ട്രഗിൾ പീരീഡ് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങൾ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി ഉണ്ട്. പിന്നെ ഇതിനകത്ത് 4 ഓഫ് സോർട്സിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നു അല്ലെങ്കിൽ ഹീലാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇതിനകത്തുണ്ട്. പ്ലസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഇതിന് മുന്നേ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് 3 ഓഫ് സോർട്സ് അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എൻഡ് ചെയ്തെങ്കിൽ ആ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയി എന്നുള്ളതിൻ്റെ ഒരു എനർജി ഡെഫിനറ്റ്ലി ഈ കാർഡ്സിനകത്തുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഞാനിവിടെ 9 ഓഫ് വാണ്ട്സിൻ്റെ കാർഡ് ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ, നമ്മൾ എവിടെ ചെന്ന് പെട്ടാലും നമുക്ക് അവിടെ എല്ലാം സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു എനർജിയാണ് എസ്പെഷ്യലി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അതിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു സ്ട്രഗിൾ പീരീഡ് എൻഡ് ചെയ്യുന്നു. കാരണം 2 9 ഉണ്ട്. 9 എന്ന് പറയുന്നത് കംപ്ലീഷൻ്റെ നമ്പറാണ്. ഓക്കെ, കംപ്ലീഷനാണ്. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ ടഫ് പീരീഡ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, പോസിറ്റീവ് വൈബ്സും വരുന്നു. ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിപ്പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവണം. കാരണം ഇതിനകത്തൊക്കെ ഇമോഷണലാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, വർക്ക് പ്ലേസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല സപ്പോർട്ട്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻസ്, അതാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ള ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യത്തിനും സൊല്യൂഷൻസ് കിട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ചെന്ന് പെട്ടാൽ അവിടെ പെട്ടുപോയത് തന്നെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ ഹീലായി മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, 8 ഓഫ് കോയിൻസിൻ്റെ കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് സിറ്റുവേഷനിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് പല ആൾക്കാരും ഉള്ളവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, പല സപ്പോർട്ട്സ് നമുക്ക് പലരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷൻ കൂടിയാണ് ഈ പറഞ്ഞ കാർഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ എന്ത് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് ആണ് മഹാദേവ. പൈൽ 2 ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് ഫോർ പൈൽ 2, ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഗൈഡൻസ് ഫോർ പൈൽ 2 സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് ഇസ് ലൈക്ക് സക്സസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ലോർഡ് ശിവ പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പല സിറ്റുവേഷനിലൂടെ, അതുപോലെ തന്നെ സ്ട്രോങ് ഇമോഷൻ, പാഷനേറ്റ് ലവ് ഓർ ഹെയ്റ്റ്. അപ്പോൾ എനിക്കിവിടെ ലവ് എനർജി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ ഒരു ഹെയ്റ്റ് എനർജീസ് എന്തെങ്കിലും, കാരണം ഇതിനകത്ത് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. 5 കപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഡൗൺ ആവുന്ന സിറ്റുവേഷൻ. അപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിലും ആ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഹീലായി മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതൊരു ബ്ലെസ്സിങ്സ് ആണ്. ലോർഡ് ടെമ്പററി പ്രോബ്ലംസ്, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് ടഫാണെന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്താണോ പറഞ്ഞ ഒരുപാട് സ്പിരിച്വൽ എനർജീസ് ഉള്ള ഒരു ടൈമാണ് ഈ പറഞ്ഞ പോലെ. ഞാനിപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈമാണെങ്കിൽ പോലും സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ എനർജീസൊക്കെ ഒരുപാട് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ ഒരുപാട് സക്സസ് ബ്ലെസ്സിങ്സ് ഒക്കെ മാനിഫെസ്റ്റായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. മൗണ്ടൻ റോഡ്, you are on the road to success. You are on the road to success ൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയുണ്ട്. സ്പിരിറ്റ് മഹാദേവ ഭഗവാനെ, എന്തെങ്കിലും ഫർദർ ഗൈഡൻസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ്. വാർണിംഗ് യു ഓഫ് എ പ്രോബ്ലം ഐദർ നൗ ഓർ ദ നിയർ ഫ്യൂച്ചർ. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊരു എന്താണ് വാർണിംഗ് സൈനും കൂടി നമ്മൾ പറയുന്നത്. ചില ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്.
ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ റിലേറ്റഡ്. നമുക്കറിയില്ല ലൈക്ക് എന്താ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ മെൻറ്റാലിറ്റി, അവർ ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ ലൈഫിൽ അവരുടെ പർപ്പസ് എന്താണെന്ന് പലപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയില്ലേ, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗിൽ നമുക്ക് പല ആൾക്കാരുടെയും എനർജി പെട്ടെന്ന് കിട്ടും. ലൈക്ക് ഇവരിങ്ങനെ തന്നെയാണ് ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ്. പക്ഷേ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻ്റെ സൗണ്ട് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മൈൻഡാണ് കുറച്ച് സ്ട്രോങ്. ഈ പർട്ടിക്കുലർ പേഴ്സൺ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ഗോയിങ് ഫോർവേഡ് നമ്മളത് മനസ്സിലാക്കുന്നു. ലൈക്ക് ആദ്യത്തെ നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സ് അതെന്തായിരുന്നു, അത് വളരെ കറക്റ്റായിരുന്നു. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ടിൻ്റെ എനർജി ഉണ്ട്. പ്ലസ് 10 കാർഡ് സെലിബ്രേഷൻ ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ്. സെലിബ്രേഷൻ ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ്. കപ്പ് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്കറിയാം ക്രിറ്റിസിസം ഇല്ലാത്ത ഒരു ഏരിയ പോലും ഇല്ല. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ക്രിറ്റിസിസം നമ്മൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് തള്ളിക്കളയരുത്. വാലിഡായിട്ട് തോന്നുന്ന ക്രിറ്റിസിസം എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കറക്ഷൻ എടുക്കുക. ലാഡർ ക്ലൈമ്പിംഗ് ടുവേർഡ് സക്സസിൻ്റെ കാർഡ് ട്വൈസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആവുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. സക്സസ് ഇതിനകത്തും സക്സസ് ഉണ്ട്, അതുപോലെ സക്സസിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും അത് സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അത് കൃത്യമായിട്ട് അത് മാനിഫെസ്റ്റായി വരും. നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും ഒരു ബാലൻസും ഹാർമണിയും ഒക്കെ ഉണ്ടാകുന്നു, മുന്നോട്ട് പോകാനുള്ളൊരു ഹോപ്പ് ഉണ്ടാകുന്നു എന്നൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാകുന്ന ഒരു ടൈം ഫ്രെയിമാണ് എന്നുള്ളതാണ് ഭഗവാൻ മഹാദേവൻ്റെ ഗൈഡൻസ്. സോറി, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി തട്ടിപ്പോയതാണ്. ഒരു സെക്കൻഡ്. മൈ ഗാഡ്, ആശാൻ ഇരിക്കുന്നില്ല, ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാർഡ് തട്ടിപ്പോയതാണ്. ഓൾറൈറ്റ്, നമുക്ക് കീപ്പേഴ്സ് ഓഫ് ലൈറ്റ് ഒറക്കിൾ കാർഡ്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ മെസ്സേജ് ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കീപ്പേഴ്സ് ഓഫ് ലൈറ്റ് ഒറക്കിൾ കാർഡ്സ്, ഭഗവാനെ എന്തെങ്കിലും പർട്ടിക്കുലർ മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഗോഡസ് എന്തെങ്കിലും റിവീൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. Lady Portia, divine order, do what you feel is right, an important lesson is unfolding. Ascension, move into your true self, rise above the darkness, the light is here. Karma releasing, move beyond drama, create your path, make room for good energy. Wow. ഞാൻ അദ്ദേഹം വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഡെക്കിനകത്ത് നിന്ന് കാഴ്ചെടുത്ത്. ഭഗവാൻ തന്നെ വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പരമഭക്തരാണ് ഈ പൈൽ 2 കാണുന്ന ആൾക്കാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട്. ട്രാൻസെൻഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റൈസ് അപ്പ്, ഓണർ യുവർ ഇന്നർ ഫോഴ്സ്, സ്റ്റെപ്സ് ആർ ബീങ് ഗിവൺ, ഡാൻസ് വിത്ത് ദ യൂണിവേഴ്സ്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. കർമ്മയുടെ കാർഡുണ്ട്. കർമ്മയുടെ കാർഡ് വരുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ അത് മാത്രമല്ല നിങ്ങളുടെ ക്രൗൺ ചക്ര എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് ഡൗൺലോഡ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കും ഈ അപ്കമിങ് ഡേയ്സ്. അതുപോലെ തന്നെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അസെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അസെൻഷൻ്റെ കാർഡ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ട്രൂ സെൽഫിനേക്കാൾ മൂവ് ബിയോണ്ട് ആവണം എന്നുള്ളൊരു എന്താ പറയുക ഗൈഡൻസ് കൂടി ഇതിനകത്ത് ഉണ്ട്. Divine director, intervention and purpose. Divine intervention is occurring. Know that you are being guided. Happiness your purpose. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലും ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് തന്നെ അറിയാൻ പറ്റും ലൈക്ക് എവിടെയോ ഒരു ശക്തി എനിക്ക് വേണ്ടി ഫേവറബിളായിട്ട് വർക്ക് ചെയ്തു, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് പോയി എന്നുള്ളത് നമ്മൾ പറയില്ലേ. അപ്പം അതുപോലെ ആ ഒരു എനർജി ഡെഫിനറ്റ്ലി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള
പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം ആ നെഗറ്റീവ് സിറ്റുവേഷൻ്റെ പോസിറ്റിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് എനർജി, ആ വൈബ്, അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മിറക്കിൾസും അതുപോലെ തന്നെ അസെൻഷനും നിങ്ങളുടെ ലോർഡ് ശിവ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും അതിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഇവിടെ 100% ഉണ്ട്. സോ ബ്ലെസ്സിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗൈഡൻസ് ഉണ്ട്. ഓക്കെ, സോ വാവ്, ഗ്രേറ്റ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനും കൂടിയുണ്ട്. പൈൽ 2. ഓക്കെ, വളരെ നല്ല റീഡിംഗ് ആയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ റീഡിങ്സിലും അതിൻ്റേതായ ഒരു എന്താ പറയുക ഡിഫറൻസ് ഉണ്ടാവും. ലൈക്ക് ഓരോരുത്തരും ഡിഫറെൻ്റാണ്, അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്, അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഡിഫറെൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു കൺഫർമേഷനാണ്. നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ അതിനേക്കാൾ സൂപ്പറായിട്ടോ നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലോർഡ് ശിവ ഓക്കെ ആ ഒരു എനർജിയും കൺഫർമേഷനൊക്കെ തരുന്നുണ്ട്. All right, Pile 2, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങൾക്കുള്ള ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെസ്റ്റോറൻറ്റ് ആയത് മാത്രം നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. Alright, thank you so much for connecting Pile 2. Lots of love and light. Take care. Bye. Hi Pile 3, welcome to your reading. Alright, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അമത്തിസ്റ്റാണ്. ഇൻറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആക്കാനും അല്ലെങ്കിൽ അതിനോട് നമ്മുടെ ലൈഫിൽ ക്ലാരിറ്റി കിട്ടാനും നമ്മുടെ ക്രൗൺ ചക്രയാണ് ഇവിടെ വളരെ സിഗ്നിഫിക്കൻറ്റ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ക്രൗൺ ചക്രയെക്കുറിച്ചുള്ള ഗൈഡൻസും കാര്യങ്ങളും എസ്പെഷ്യലി കാർഡ്സിനകത്ത് കിട്ടും. അത് മാത്രമല്ല ഒരുപാട് ഡൗൺലോഡ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും അതിൻ്റെ ക്ലാരിറ്റി പല കാര്യങ്ങൾക്ക് നമ്മൾ പറയില്ലേ പല ഡൗൺലോഡ്സ് കിട്ടിയാൽ നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ നമുക്കതിനൊക്കെ റീസൺസ് മനസ്സിലാക്കാനും അതിനൊരു ഐഡിയാസ് കിട്ടാനും ഒക്കെ ഉള്ളൊരു എനർജി ഞാൻ വിത്ത് ദിസ് അമത്തിസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, പൈൽ 3 നമുക്ക് നോക്കാം. മഹാദേവ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണ്? പൈൽ 3's ഗൈഡൻസ് ആൻഡ് ബ്ലെസ്സിങ്സ്. Pile 3 guidance and blessings. 9 of Pentacles, financial abundance. Wow. Knight of Pentacles. Wow, എല്ലാം പെൻറ്റക്കിൾസ് എനർജി ആണല്ലോ. ഫൈനാൻസ് തന്നെയാണ് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സും മെസ്സേജും. 7 of Wands. 10 of Cups, happy family, happy relationships. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ എനർജി ദ ഹെർമിറ്റ് കാർഡാണ്. സോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അബണ്ടൻസ് എവിടെ, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എവിടെ, സെക്യൂരിറ്റി എവിടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മഹാദേവൻ പറയുന്നത് ഒരുപാട് വൈകാതെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ട്, ലൈക്ക് ഒരു പാർട്ട്ണറിനെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് ഈ പറഞ്ഞ പോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വളരെ കമ്മിറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ബ്ലെസ്ഡും നമ്മൾ പറയില്ലേ നമുക്ക് എല്ലാ രീതിയിലും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുക. പിന്നെ ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ലോങ് ടേം, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യും എന്നുള്ളത്. മെഡിറ്റേഷൻ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ദി ഹെർമിറ്റ് കാർഡ് ആൻഡ് 7 of Wands, ഈ 2 കാർഡ്സിനകത്ത് വളരെ മെഡിറ്റേറ്റീവ് എനർജീസാണ് കിട്ടുന്നത്. അപ്പം മടിയുണ്ട് ഇന്ന് നാളെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ചെയ്യുക, എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ 10 of Cupsൻ്റെ എനർജി ഹാപ്പി ഫാമിലി ലൈഫ് എങ്ങനെ ആയിരിക്കും. 33 എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 333 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആകാനാണ് ഇതിനകത്ത് കാർഡ്സ് വൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പം 333 നമ്പർ കാണുമ്പോൾ നോക്കുക.
അത് മാത്രമല്ല ദ ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെർമിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനെക്കുറിച്ച് ഒരു അനാലിസിസ് എടുക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത്. പ്ലസ് നിങ്ങളുടെ ഹാപ്പി ഫാമിലി എനർജി, ഹാപ്പി വൈബ് എനർജി ഒക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഹാപ്പിനെസ്, ബ്ലെസ്സിങ്സ്, ബ്ലെസ്സിങ്സ് കിട്ടാവുന്നതിൽ ഏറ്റവും ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് തന്നെയാണ്. എനി അതർ ഫർദർ ബ്ലെസ്സിങ്സ് ഓർ ഗൈഡൻസ് സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ് ഗൈഡ്സ്, താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാർഡ്സ്, നമുക്ക് അത്രയും കൂടെ വേണ്ട, നോക്കാം. എനിക്കറിയേണ്ടത് പൈൽ 3ക്കുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ്, ഗൈഡൻസ്, മെസ്സേജസ് ആൻഡ് ബ്ലെസ്സിങ്സ്. അതെന്താണെന്ന് ചാടി വീഴാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മീൻസ് കാർഡാണ്. നോക്കാം. ഡയമണ്ട്. യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഒന്നേ നിങ്ങൾക്ക് കിട്ടും, അല്ല നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷനാണിത്. നെക്സ്റ്റ് ഈസ് ലൈക്ക് ടോർച്ച്, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റ്, അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. വാവ്, ഗ്രേറ്റ്. Birth or conception of a child or enterprise. Definitely happy child energy ഉണ്ട്. Too much concern with sexual matters. Bottom of the deck in energy, teapot-ൻ്റെ കാർഡാണ്. ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ്. നമുക്കൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എനർജിയും കൂടി ഇവിടെ ആസ് ഓഫ് നോ എനർജി വൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ ഈ ഡെക്കിനകത്ത് നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് കിട്ടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഐഡിയ പരമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻ എടുക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും അപ്കമിങ് ടൈം എന്ന് പറയുന്നത്. Your next online time is in 10 minutes. Please come online. Hi, your next online time is in 10 minutes. Please come online. All right. So next is like use your intuition to make beneficial changes. Trust your intuitionൻ്റെ കാർഡുണ്ട്. അതുപോലെ തന്നെ സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് അല്ലെങ്കിൽ ന്യൂ റോൾ അല്ലെങ്കിൽ ഒരു എന്താണ് റേസ്. ഓക്കെ, സാലറി റേസിനെ കുറിച്ച് നിങ്ങൾ ബോധേഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ സാലറി പാക്കേജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന കോബ് വെബാണ്. പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യു കൺട്രോൾ. ഡെഫിനറ്റ്ലി യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ് ഗൈസ്. ഡീലിംഗ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡ് മാൻ. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഓൾഡ് മാൻ ഉണ്ടെങ്കിൽ അത് ഈ മെസ്സേജ് അതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അത് മാത്രമല്ല ഡോഗ്സ്, ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൺഫർമേഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇമ്പ്രൂവ് ആവുന്നു അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. പ്ലസ് എന്തെങ്കിലും നെഗറ്റീവ് ഫോഴ്സ് എന്നൊക്കെ ഉണ്ട്. എപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമോ, എൻ്റെ ലൈഫിൽ ഞാൻ പെട്ടുപോകുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാർഡ് ഒരു കൺഫർമേഷനാണല്ലേ. ഒരിക്കലും ആ പെട്ടുപോകും എന്നുള്ള എനർജീനെ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണ് എനിക്ക് അതിനകത്ത് കിട്ടുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ലൈക്ക് മെർക്കുറി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഗെറ്റ് എ വെയിറ്റ് ഓഫ് യുവർ ചെസ്റ്റ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ത്രോട്ട് ചക്രയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഇൻറ്റൻഷൻ, ഈ സെയിം കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈൽ 2ഓ പൈൽ 1നോ ആണ്. മദർ മേരി, എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെ പുള്ളിക്കാരത്തിയായിട്ട് കണക്റ്റഡ് ആണെന്ന്. സോ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. മദർ മേരി എനർജി, മാസ്റ്റർ ബുദ്ധ ആൻഡ് സൈക്കിക് ഇൻസൈഡ്. നിങ്ങളുടെ എന്താ പറയുക, ഇൻറ്റ്യൂഷൻസ് ആർ ഓൺ പോയിൻ്റ് ആണ്. അതിലെനിക്ക് ഡൗട്ട്സൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പല കമ്മ്യൂണിക്കേഷൻ നമുക്ക് പലതും നമുക്ക് മനസ്സിലാവില്ലല്ലേ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഇവിടെ 100% ഉണ്ട്. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻഷനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങളും അതേ സെയിം ഡീറ്റെയിൽ വരും. അത് നമ്മുടെ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ. അപ്പം ഡെഫിനറ്റ്ലി ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഇൻ യുവർ ലൈഫ്.
പിന്നെ മദർ മേരിയുടെ കാർഡ് ലവ് ആൻഡ് പീസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മദർ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, അമ്മമാരുമായിട്ടുള്ള ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, പൈൽ 3യും പൈൽ 1ഉം ആണ് സിമിലർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പൈൽ 3 നിങ്ങൾ ഈ പറഞ്ഞ പോലെ പലതും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സജഷൻ ഉള്ളത് പൈൽ 1ഉം കൂടെ കേൾക്കാൻ നിങ്ങൾക്ക് വേണ്ട ഫർദർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, all right, so wow, great energy guys. സോ എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ സഹി ഇൻസൈഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ ഓൺ പോയിന്റ് ആണ്. അത് മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ബോധേഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. മാത്രമല്ല മദർ മേരിയുടെ കാർഡ് വരുമ്പോൾ നമ്മൾ പറയില്ല അമ്മമാരുമായിട്ടുള്ള ഹീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെൻഡിങ് ആണ് ചെയ്യണം വേണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയും കാര്യങ്ങളും തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് 3 പൈൽസിന് കിട്ടിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇത്രയും എന്താ പറയുക ഡീപ്പായിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളും ഒക്കെ കിട്ടിയതുകൊണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.